ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കിൻവ എന്നുള്ളൊരു ധാന്യമാണ് കേട്ടോ. നമുക്ക് മില്ലറ്റൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുള്ള ആളുകളായതുകൊണ്ട് എല്ലാവർക്കും കിൻവയെക്കുറിച്ചും ചിലപ്പോൾ അറിയുമായിരിക്കും. അപ്പോൾ 2 ടീസ്പൂൺ കിൻവയും 2 ടീസ്പൂൺ ചെറുപയറും ചേർത്താണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. കിൻവയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സൂപ്പർ ഫുഡാണ്. റിച്ച് ഇൻ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. പിന്നെ പ്രോട്ടീൻ കണ്ടൻറ്റ് ഒത്തിരി അധികം ഉള്ളതുകൊണ്ട് വെജിറ്റേറിയൻകാർക്ക് പ്രോട്ടീൻ കിട്ടാൻ ഇത് വളരെയധികം ഉപകരിക്കും. പിന്നെ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ളതാണ്, അതുകൊണ്ട് ഡയബറ്റിക്കാർക്ക് വളരെ നല്ലതാണ്. പിന്നെ റിച്ച് വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ഉള്ളതുകൊണ്ട് വളരെ പോഷക ഗുണമുള്ള ഒരു ഫുഡാണിത് കേട്ടോ. ഇത് മറ്റ് മില്ലറ്റ്സിനെ പോലെയല്ല, കുറച്ചും കൂടി ഗ്രേഡ് കൂടിയതാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട പച്ചക്കറികൾ കുറച്ച് ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ ഇഷ്ടമുള്ള പച്ചക്കറിയെല്ലാം എടുക്കാം. നമ്മൾ കിൻവ 2 ടീസ്പൂൺ കിൻവയും 2 ടീസ്പൂൺ ചെറുപയറും കൂടി നല്ലപോലെ കുക്കറിൽ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ച് വെച്ചിരിക്കുകയാണ്, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട്. അത് കഴിഞ്ഞ് നമ്മൾക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് 1/2 ടീസ്പൂൺ ജീരകം, ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ പൊട്ടിക്കാം. അത് കഴിഞ്ഞ് ഒരു ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു പകുതി മുറി സബോളയുണ്ട്. സബോള ആദ്യം തന്നെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് ചെറിയ ബ്രൗൺ നിറാകുന്ന വഴറ്റണം കേട്ടോ, എന്നാലേ ഇതിന് ടേസ്റ്റ് കൂടുതലുണ്ടാവുള്ളൂ. പിന്നെ ഒരു കഷ്ണം ജിഞ്ചർ മുറിച്ചിടുക, ഒരു ചെറിയ വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കുറച്ച് 3-4 കശുവണ്ടിയും കൂടി ഇട്ട് ചതച്ചിടുകയോ അല്ലെങ്കിൽ അരിഞ്ഞിടുകയോ ചെയ്താൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണ് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള കിൻവായും മറ്റേ ചെറുപയറും കൂടി 1.5-2 ഗ്ലാസ് വെള്ളത്തിൽ ഒരു വിസിൽ വരുത്തി വെച്ചിട്ടുള്ള അത് ഇതിൽ ചേർക്കുകയാണ്. പിന്നെ ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ലെവൽ ആ വെജിറ്റബിളിൻ്റെ മുകളിൽ നിൽക്കുന്ന അത്രയ്ക്ക് വെള്ളം വേണ്ടു. അത് കഴിഞ്ഞ് നമ്മൾക്കിത് കുക്കർ അടച്ച് വെച്ച് ഒരൊറ്റ വിസിൽ വരുത്തുമ്പോൾ ഈ വെജിറ്റബിൾ വെന്തു കിൻവായ ഒന്നും കൂടെ വെന്ത് കഴിയുമ്പോൾ ഒത്തിരി കട്ടിയാവും ഇത് കേട്ടോ. അപ്പോൾ അതിന് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിത് റെഡി ആയിരിക്കുകയാണത്. നമ്മളൊരു സെർവിങ് പ്ലേറ്റിലേക്ക് ഇടാം. അത് വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്, വേണമെങ്കിൽ ഇച്ചിരി നെയ്യ് ഒഴിച്ച് കഴിക്കാനും ടേസ്റ്റാണ്, അല്ലെങ്കിൽ വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. ഞാൻ തൽക്കാലം കുറച്ച് ദഹി, അതായത് തൈരും കുറച്ച് മുളക് പൊടി ഇട്ടിട്ടാണ് കഴിക്കുന്നത്. പിന്നെ വീട്ടിലിരുന്ന് കുറച്ച് വഴുതനങ്ങ വറുത്ത് അതും കൂടെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ചേർത്ത് കഴിക്കാം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.